ഫ്രണ്ട്സ്, അപ്പോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അമ്മൂമ്മേന്റെ വീട്ടിലാണ്. അമ്മൂമ്മേന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. എവിടെയാണ്? നെടുങ്ങാടാണ് അല്ലേ അപ്പു? അപ്പൂന് ഇഷ്ടപ്പെട്ടോ നെടുങ്ങാട്? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നായരമ്പലം പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. നെടുങ്ങാട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. മധുരരാജ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഇത് നമ്മുടെ വീട്, ഞങ്ങളുടെ വീട് അണിയിലാണ്. അണിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരണം. ഇത് നായരമ്പലം പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അണിയിൽ ഇടവനക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കടമക്കുടി പോലെയുള്ളൊരു ഒരു സ്ഥലമാണിത്. അത്രയും ഒരുപാട് പാടങ്ങളൊന്നുമില്ല. കടമക്കുടിയിൽ കുറേ പാടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഈ ഒരു കാഴ്ചയാണുള്ളത് കേട്ടോ. ഇതിനോട് ചേർന്ന് നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ കൈവഴിയായിട്ടുള്ള വീരൻ പുഴയാണുള്ളത്. വീരൻപുഴ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ചാത്തനാട്, പിഴല അങ്ങനെയുള്ള സ്ഥലങ്ങളാണുള്ളത്. കടമക്കുടി അതൊക്കെ ഇതിൻ്റെ അപ്പുറത്താണുള്ളത് കേട്ടോ. കടമക്കുടി എന്ന് പറയുന്നത് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പവും ഈ അച്ഛനൊക്കെ നിൽക്കുന്നത് കണ്ടോ, അതൊരു ബോട്ട് ജെട്ടിയായിരുന്നു. പണ്ട് ഇതിലെ ബോട്ടൊക്കെ പോവുമായിരുന്നു. ഇത് നോക്കിയൊരു പരസ്യം 1992 ഒരു പരസ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. സാധു വീടി എന്നും പറഞ്ഞിട്ട്. ഇത് നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണെന്ന് തോന്നുന്നു. കോതാട്, പിഴല, ചാത്തനാട് അതൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം വരുന്നുണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. ചാത്തനാട് പാലമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരിക്കാനും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നോക്കി ദൂരേക്ക് ഞാൻ സൂം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി അതുപോലുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൈരളി ജ്വല്ലേഴ്സിൻ്റെ ഒരു പരസ്യം കണ്ടോ, വെൺകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ജ്വല്ലറി ഉള്ളത്. അതിൻ്റെ പരസ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പണ്ട് ബോട്ട് ജെട്ടിയായിരുന്നു. അപ്പോൾ പണ്ട് ജലഗതാഗതം ആശ്രയിച്ചിരുന്നപ്പോൾ ആളുകളൊക്കെ വന്നിരുന്നത് ഈ വഴിയിലൂടെ ആയിരുന്നു. ഇനിയിപ്പോൾ ഒന്നും കൂടെ നവീകരിക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബോട്ടൊക്കെ അടുക്കാനുള്ള പാകത്തിന് നമ്മുടെ കായൽ വഴിയുള്ള ടൂറിസമൊക്കെ വരുമ്പോൾ ഇനി ഇതിലെ ബോട്ടൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒരു തവണയെങ്കിലും വന്നിരിക്കണം എല്ലാവരും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ സ്ഥലമായിട്ട് കൂടി ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് വേറെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നെടുങ്ങാട് തന്നെ പല പല ഭാഗങ്ങളുണ്ട്. ഈ പുഴയുടെ കൈവഴിയിലുള്ള പല ഭാഗത്തും ഞങ്ങൾ പൂവൊക്കെ പറിക്കാനൊക്കെ പോകുമായിരുന്നു കേട്ടോ. കുട്ടിക്കാലത്ത് ഓണത്തിന് ഞങ്ങൾ പൂ പറിക്കാൻ പോയിരുന്നതൊക്കെ അവിടെയാണ്. 2 വഞ്ചികളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാർ രാത്രിയാകുമ്പോൾ ഫിഷിങ്ങിന് പോകാനായിരിക്കും വഞ്ചിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ശരിക്കും ഏറ്റ സമയമായിരുന്നു, അതുകൊണ്ട് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇറങ്ങരുതെന്ന് പ്രത്യേകം ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എക്കൽ വന്ന് അടിഞ്ഞിരിക്കുന്നത് കൊണ്ട് നല്ല ആഴമാണ് പുഴയിലുള്ളത്. അതുകൊണ്ട് ആരും തന്നെ ഇതിൽ ഇറങ്ങരുതെന്ന് പ്രത്യേകം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഒരിക്കലും അറിയാത്ത നദീ തടങ്ങളിൽ നമ്മൾ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ അണിയിൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അണിയിൽ അമ്പലം. ഞാൻ കുഞ്ഞിലേ ജനിച്ച് കളിച്ച് വളർന്ന ഒരു അമ്പലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജനിച്ചപ്പോൾ മുതൽ അവിടെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അടുത്തുള്ളൊരു അമ്പലമാണ് അണിയിൽ അമ്പലം. അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഞാൻ സുമേഷൻ ഇങ്ങനെ പറഞ്ഞത് നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു, നെടുങ്ങാട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പ്ലാൻ ചെയ്യാതെ വേഗം ഇങ്ങ് പോരാണ് ചെയ്തത്. അപ്പോൾ ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ വരുന്നുള്ളൂ. അത്യാവശ്യം അടുത്തുള്ളവരൊക്കെ തന്നെയാണ് കൂടുതലും. പിന്നെ അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി റോഡൊക്കെ ഒന്ന് വീതിയൊക്കെ ആക്കി കുറച്ച് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി നമുക്കിതിനെ മാറ്റാൻ പറ്റും. ഏതോ ഒരു ന്യൂസിലുണ്ടായിരുന്നു എന്ന് സുമേഷ് ഏട്ടൻ പറഞ്ഞു ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ട്. പിന്നെ നമ്മൾ മധുരരാജ സിനിമയിൽ നമ്മുടെ മമ്മൂക്ക വന്നിറങ്ങുന്ന ഒരു ബോട്ടിലൊക്കെ വന്നിറങ്ങുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്, അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ കാണാൻ വരുന്ന സഞ്ചാരികൾക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ അവിടെ സൗകര്യമുണ്ട്. പിന്നെ റോഡിന് പാർക്കിംഗ് ആണൊരു പ്രശ്നം. അത് നമ്മൾ കുറച്ചും കൂടെ സെറ്റ് ചെയ്തെടുത്താൽ ഓക്കെയാവും. ഇതൊക്കെ ഇവിടെ നെടുങ്ങാടുള്ള കുറച്ച് പാടങ്ങളൊക്കെയാണ്. പണ്ട് കാലത്ത് നെൽകൃഷിയായിരുന്നു. ഇപ്പോൾ അത് ചെമ്മീൻ കെട്ടാക്കി എടുത്തു എന്ന് തോന്നുന്നുണ്ട്. സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് പറയാം. നമുക്കിങ്ങനെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട്. കടമക്കുടിയിൽ ഇപ്പോൾ കുറച്ചും കൂടെ തിരക്കാണല്ലോ. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞിരുന്നില്ല, ഞങ്ങൾ പൂക്കളൊക്കെ പറിക്കാൻ വരുമ്പോൾ ഈ ഒരു കായലിൽ കൂടെ പുല്ലൊക്കെ ആയിട്ട് ആകെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു കെട്ടിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ
ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അപ്പോൾ അതിൻ്റെ എക്കോയൊക്കെ ചെറുതായിട്ട് ഇങ്ങോട്ട് കേൾക്കുമായിരുന്നുണ്ട്. ശരിക്കും മലയുടെ മുകളിലെന്ന് പറയുമ്പോഴാണ് എക്കോ കേൾക്കുന്നത്. ഇത് വെറുതെ നമ്മൾ ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ട് എക്കോ കേൾക്കും എന്നൊക്കെ പറയും കൊണ്ട് വെറുതെ ചുമ്മാ പറയുമായിരുന്നു. പാലത്തിൻ്റെ മുകളിലൊക്കെ കുറേ കുട്ടികളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെടുങ്ങാട്. ഇപ്പോൾ നമ്മുടെ അണിയിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് അവിടെ ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അണിയിലമ്പലം കേട്ടോ. ആ അമ്പലത്തിലേക്കുള്ള കവാടമാണ് കാണാൻ. 2 വഴിയുണ്ട്. ഇത് മുൻവശമാണ്, പിന്നെ പുറകുവശമാണുള്ളത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അണിയിലമ്പലത്തിൽ നാളെയാണ് ഉത്സവം. ഇതാണ് നമ്മുടെ വന്നിരിക്കുന്ന ആന, നന്ദിലത്ത് ഗോപിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞാനയാണ് കേട്ടോ. ചെറിയ ആനയാണ്, വയസ്സൊന്നും അധികമില്ല, 10-20 വയസ്സേ ഉണ്ടാവുള്ളൂ. ആളുടെ തലയിലൊക്കെ ഇപ്പോഴും മുടിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോടും കൂടെ പറയുക ഇങ്ങനൊരു ചാനലുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ടാറ്റാ.